സാർ, യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. ശരിക്കും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം MLA മാരും ക്രിസ്ത്യൻ MLA മാരും MP മാരും ഉള്ളത് കേരള കോൺഗ്രസിനേക്കാൾ ഒരുപക്ഷെ BJPക്കാണ്. പക്ഷേ പഠിച്ച പണി 18 അവർ ശ്രമിച്ചിട്ടും കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ട് നേടാൻ അവർക്ക് കൊണ്ട് കഴിയുന്നില്ല, അല്ലെ? അല്ല, ഈ BJPയുടെ ക്രിസ്ത്യൻ MP മാർ MLA മാർ എന്ന് പറയുന്നത് എവിടെയുള്ളവരാണെന്നറിയാം? ഒന്ന് ഗോവ, അരുണാചൽ പ്രദേശ്, അല്ലെങ്കിൽ ഫാർ ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവർ. അവിടെ ക്രിസ്ത്യാനികളെ ഉള്ളൂ. ഇപ്പൊ നാഗാലാൻഡിൽ 95% ക്രിസ്ത്യാനികളാണ്. അവിടെ വേറെ ആരുമില്ല. അതുപോലെ മണിപ്പൂര്, അതുപോലെ അരുണാചൽ പ്രദേശ്, ഗോവയിലല്ല, ഗോവയിൽ കുറച്ചുകൂടി കൊങ്കൺസ് ഉണ്ട്. അവിടെ കൊങ്കണീസും നന്നായിട്ട് BJPയുടെ ആളുകളാണ്. അതുകൊണ്ട് കൊങ്കണിയാണ് അവരുടെ ബേസ്. എന്താ കാര്യം? അതുപോലെ ട്രൈബൽ ഏരിയകളിൽ, ചില ട്രൈബൽ ഏരിയയിലൊക്കെ ക്രിസ്ത്യാനിറ്റി വല്ലാതെ വളർന്നിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് വരുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവര് ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ വേറെ തരത്തിൽ അവർ ക്രിസ്ത്യാനിറ്റിയെ കാണണം. കേരളത്തിൽ ക്രിസ്ത്യാനിറ്റിയെ കാണുന്ന പോലെയല്ല. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ പോയി കൺവെർട്ടഡ്, അടുത്ത കാലത്ത് ലേറ്റ് കൺവേർഷൻ ആളുകളാണ് അവർ. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് നാഗാലാൻഡിൽ ക്രിസ്ത്യാനി ഇല്ല. സ്വാതന്ത്ര്യം കിട്ടി കുറെ കഴിഞ്ഞപ്പോൾ അവര് കൺവെർട്ടഡ് ആയി. പ്രത്യേകിച്ചും മിഷണറിമാർ അവരുടെ പ്രവർത്തനത്തിലൂടെ അവിടെ, കാരണം അവർ വളരെ ബാക്ക്വേർഡ് ആയിരുന്നു. നമ്മൾ കാണേണ്ട ഒരു കാര്യം, അവർ വളരെ ബാക്ക്വേർഡ് ആയിരുന്നു. ആ ഏരിയയിൽ സ്കൂൾ കൊണ്ടുവന്നു, ആ ഏരിയയിൽ ആശുപത്രി കൊണ്ടുവന്നു. ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. അപ്പൊ മിഷണറിമാർ വന്നു. കേരളത്തിലെ സിറ്റുവേഷൻ വേറെയാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്രയും മുമ്പ് തന്നെ കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥയിൽ ക്രിസ്ത്യാനികൾ അവരുടെ സ്ഥാനം, സെന്റ് തോമസ് ഒക്കെ പോട്ടെ, സെന്റ് തോമസ് വിശ്വാസമാവാം. ഞാൻ പറഞ്ഞ നമ്മൾ ക്രിസ്ത്യാനികൾ സെന്റ് തോമസ് വന്നു എന്നാണ് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ പ്രത്യേകത എന്താ? കേരളത്തിൽ ഞാൻ എപ്പോഴും മുമ്പ് ഒരിക്കൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഈ വർണ്ണ വ്യവസ്ഥയിൽ വൈശ്യൻ എന്നൊരു ആളുകളില്ല. ഇവിടെ ബ്രാഹ്മണൻ ഉണ്ട്, നമ്പൂതിരിമാർ, അങ്ങനെയുള്ള പോറ്റിമാരൊക്കെ ഉള്ളവർ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ക്ഷത്രിയർ, വളരെ ദുർബലമായ ക്ഷത്രിയരാണ്. ഇവിടുത്തെ രാജാക്കന്മാരൊന്നും വലിയ രാജാക്കന്മാരൊന്നുമില്ല. തിരുവിതാംകൂർ രാജാവാണ് ഏറ്റവും വലിയ രാജാവ്. കൊച്ചിയൊക്കെ ദുർബല രാജാവ്, കോലത്തെ നാട് എന്നൊക്കെ പറഞ്ഞ ചെറുതാ. പിന്നെയുള്ളത് ശൂദ്രന്മാരാ, നായർ എന്ന് പറയുന്ന വിഭാഗം. യഥാർത്ഥത്തിൽ വൈശ്യൻ എന്നൊരു വിഭാഗം കേരളത്തിൽ ഉണ്ടായിരുന്നേ ഇല്ല. പക്ഷെ വൈശ്യന്റെ പ്രവർത്തനം നടത്തണമല്ലോ. ഇപ്പൊ കൃഷി, കച്ചവടം, ഇതൊക്കെ വ്യാപകമായി നടത്തിയിരുന്നു. അന്ന് ജന്മിത്വം ആയതുകൊണ്ട് നമ്പൂരി അല്ലെങ്കിൽ ബ്രഹ്മസ്വം, ദേവസ്വം, ഭൂമിയും അടിയാളര് ജോലി ചെയ്യാൻ പാട്ടം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യവസ്ഥയായിരുന്നു. അപ്പോൾ കർഷകൻ ഉണ്ടായിരുന്നില്ല. ആ കാർഷിക വ്യവസ്ഥയിലേക്കും അതുപോലെ കച്ചവടം, വ്യവസായം, ഈ മേഖലയിലേക്കും കടന്നു വന്നത് തെക്കൻ കേരളത്തിൽ ക്രിസ്ത്യാനികളാണ്, വടക്കൻ കേരളത്തിൽ മുസ്ലിങ്ങളാണ്. നമ്മൾ അത് കാണണം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇപ്പൊ ബ്രാഹ്മണ ഭവനങ്ങളിൽ ഈഴവർക്ക് ചെല്ലാവുന്നതിനേക്കാൾ കൂടുതൽ അടുത്ത് നമ്പൂതിരിമാർ, ഈ ക്രിസ്ത്യാനിക്ക് ചെല്ലാം, മുസ്ലിമിനെയല്ല. എന്നുവെച്ചാൽ ആ ദൂരം എന്ന് പറഞ്ഞാൽ ഭരണവ്യവസ്ഥയുടെ സിസ്റ്റം എന്താ? ആ ദൂരാണ്. നിങ്ങൾക്ക് എവിടെ വരെ പോവാം? അമ്പലത്തിൽ എവിടെ വരെ പോവാം? നായർക്ക് പോകാൻ കഴിയുന്നതിന്റെ തൊട്ടടുത്ത് വരെ ഒരു നമ്പൂരി ഗ്രഹത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് പോവാം. ഒന്ന്. അപ്പൊ എന്ന് വെച്ചാൽ സാമൂഹ്യമായി അവർക്കൊരു സ്ഥാനം കിട്ടി ക്രിസ്ത്യാനി ഇവിടെ. അതുകൊണ്ട് തന്നെ അവർക്ക് അധികാരം കിട്ടി. അതുകൊണ്ട് തന്നെ അവർക്ക് ഭൂമി കിട്ടി. അതുകൊണ്ട് തന്നെ അവർക്ക് മാത്രമല്ല, അവർക്ക് മിഷണറികളുടെ ഫണ്ടിങ് ഉണ്ടായിരുന്നു. മിഷണറിമാരുടെ ഫണ്ടിങ് വന്നത് ഞാൻ പറയാം. മിഷണറിമാരുടെ ഫണ്ടിങ് വന്നത് പ്രധാനമായും CSI മേഖലയിലാണ്. ഈ മറ്റേ എന്താ പറയാ, പിന്നോക്ക ക്രൈസ്തവർ നമ്മളെന്ന് പറയുന്ന ലാറ്റിൻ മേഖലയിലും CSI പോലെയുള്ള ദേശങ്ങളുള്ള ഇവിടുത്തെ കാത്തലിക്സ് എന്ന് പറയുന്ന വിഭാഗം ഉണ്ടല്ലോ, അവരങ്ങനെ വന്നതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം എന്ന് കണ്ട് ട്രഡീഷണൽ ക്രിസ്ത്യൻസ്, ഇവിടുത്തെ സവർണ വിഭാഗങ്ങൾ, നായർ, നമ്പൂതിരി വിഭാഗങ്ങളിൽ നിന്ന് പോലും ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയിട്ടുണ്ട്. വളരെ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്ഥാനം ഉണ്ടെന്നേ. നിങ്ങൾ ക്രിസ്ത്യാനിയായി നിങ്ങൾക്ക് സ്ഥാനം കിട്ടുക. ഒരു ഈഴവൻ ക്രിസ്ത്യാനിയായാൽ ഈഴവനും നമ്പൂതിരി ഗ്രഹത്തിൽ കൂടുതൽ സ്ഥാനം കിട്ടും. കാരണം നമ്പൂരി അധികാര കേന്ദ്രമാണ്, ദേവസ്വം അധികാര കേന്ദ്രമാണ്. അവിടേക്ക് കൂടുതൽ എടുക്കുകയല്ല. നിങ്ങൾ ഈഴവൻ കൊണ്ടുവന്ന പാൽ അമ്പലത്തിൽ എടുക്കില്ല. അത് എന്ത് ചെയ്യണം? ദൂരെ വെച്ചിട്ട് അത് പൗലോസ് ക്രിസ്ത്യാനി അത് കൊണ്ടുകൊടുത്താൽ, അത് അങ്ങനെയുണ്ട്. പൂജാതി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ട് തൊട്ടിച്ചിടണമെന്നാ. എന്ന് പറഞ്ഞാൽ പൗലോസിന് ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ഇന്നിപ്പോ അത് ആ രീതിയിൽ പോയി. ഇന്നിപ്പോ ഈഴവർക്കൊക്കെ ക്ഷേത്രപ്രവേശത്തിന് മുമ്പാണ് ഞാൻ പറയണേ. 1936 മുമ്പ്, അതായത് ക്ഷേത്രപ്രവേശത്തിന് മുമ്പ് ഈഴവർക്ക് അമ്പലത്തിനടുത്തേക്ക് ചെല്ലാൻ പാടില്ല. ദളിതർക്ക് അതിന് കൂടുതൽ ദൂരെ നിൽക്കാവൂ, പറയർക്കും പുലിയർക്കും ഒക്കെ. പിന്നെ നായർ വീടുകളിൽ അത് വേറെ, നായറിന് വേറെ സിറ്റുവേഷൻ, നായർ ശൂദ്ര സിറ്റുവേഷൻ വേറെയാണ്. ഞാൻ പറഞ്ഞ അവർണരുടെ കൂടെയല്ല, വൈശ്യരുടെ കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഇവർ വന്നത്. എന്ന് പറഞ്ഞാൽ ശൂദ്രർക്കും വേണമെങ്കിൽ ഒരു അല്പം മേലെ എന്ന് പറയാവുന്ന തരത്തിലുള്ള സ്ഥാനം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇവിടെ, പ്രത്യേകിച്ചും സവർണ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇവിടെ കിട്ടി. അതുകൊണ്ട് എന്താ, അവരിവിടെ സ്ഥാനങ്ങൾ ഉറപ്പിച്ചു. പിന്നെ അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടി.
അതൊരു പ്രധാന കാര്യമാണ്. തോട്ടങ്ങൾ, അതുപോലെയുള്ള സ്ഥലങ്ങൾ അവര് ഇംഗ്ലീഷുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായാലും തോട്ടങ്ങൾ അവർക്ക് കിട്ടി, വലിയ തോതിൽ കൃഷിയിടങ്ങൾ കിട്ടി, അവർക്ക് ധാരാളം ദേവാലയങ്ങൾ സ്ഥാപിക്കാൻ പറ്റി. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ സംഘർഷമൊക്കെ ഉണ്ട്. ഇപ്പൊ കൂനംകുരിശ് സത്യവും അല്ലെങ്കിൽ അതൊക്കെ ഉണ്ട്. അതിനിടയിൽ അവർ തമ്മിലുള്ള സംഘർഷമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ പ്രത്യേകിച്ചും കാത്തലിക്സ് എന്ന് പറയുന്ന ഈ നമ്മൾ സിറിയൻ കാത്തലിക് എന്ന് പറയുന്ന വിഭാഗം, അതുപോലെ ഓർത്തഡോക്സ് എന്ന് പറയുന്ന വിഭാഗം, ജാക്കോബൈറ്റ്, മർത്തോമ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ ഒരു സവർണരായിട്ടാണ് സമൂഹം അംഗീകരിച്ചിട്ടുള്ളത്. അതാണ് പ്രശ്നം. ഇവര് അവർണരായിട്ട് അംഗീകരിച്ചിട്ടില്ല. നേരെ മറിച്ച് ഓക്കെ CSI വിഭാഗം, അതുകൊണ്ടാണ് അവർക്ക് സംവരണം പോലും ഇല്ലാത്തത്. ആ സംവരണം വേണ്ട, അവർക്ക് സവർണറായിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതിൽ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ സ്ഥാനമുണ്ട്. അവർക്ക് ഇവിടെ വേറെ ആരും ഒന്ന് സ്ഥാനം മേടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് വിദ്യാഭ്യാസത്തിൽ സ്ഥാനമുണ്ട്, വ്യവസായത്തിൽ സ്ഥാനമുണ്ട്, വ്യാപാരത്തിൽ സ്ഥാനമുണ്ട്, ഭാഷയിൽ സ്ഥാനമുണ്ട്. ഇവിടെ മാധ്യമങ്ങൾ നോക്കൂ, അവരുടെ ഉടമയിൽ എത്ര മാധ്യമങ്ങളുണ്ട്. മലയാള മനോരമ ഉൾപ്പെടും, മനോരമ, ദീപിക ഒക്കെ ഉണ്ട്. ആദ്യം വന്ന മാധ്യമങ്ങളൊക്കെ അവരുടെയാ. ആദ്യം നസ്രാണി ദീപിക വരുന്നേ, കേരളത്തിലെ ആദ്യത്തെ പത്രം. മാമൻ മാപ്പിള പിന്നെ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അവർക്ക് സമൂഹത്തിൽ നല്ല സ്ഥാനമുണ്ട്. അതുകൊണ്ട് അവരെ എളുപ്പം BJPക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റും. BJPക്കാരാക്കാനൊന്നും പറ്റില്ല അവരെ. പക്ഷെ ഒരു മുസ്ലിം വിദ്വേഷം അവരിലും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിൽ ലോകം മുഴുവൻ പടർത്തിയിട്ടില്ല. പ്രത്യേകിച്ചും 2001 മറ്റേ ഇതുണ്ടല്ലോ, അമേരിക്കയിലെ ആക്രമണം, അതിനുശേഷം വ്യാപകമായി ലോകം മുഴുവൻ പടർത്തിയിട്ടുള്ള ഒരു മുസ്ലിം വിദ്വേഷം, ഇസ്ലാമോഫോബിയ ഉണ്ട്. അതൊരു കൾച്ചറായിട്ട് പടർത്തിയിട്ടുള്ളതാണ്. കേരളത്തിലും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ മുസ്ലിം വിദ്വേഷമുണ്ട്. മുസ്ലിം വിദ്വേഷം കേരളത്തിൽ പടർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മറ്റു സ്ഥലങ്ങളിലെ പോലെ കേരളത്തിൽ മുസ്ലിം വിദ്വേഷം വന്നില്ല. പക്ഷെ എന്നാലും നല്ല രീതിയിലുണ്ട്. ഇല്ലാന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, അതുകൊണ്ടാണ് BJPക്ക് ഒരു സ്ഥലത്ത് വോട്ട് കിട്ടില്ല. BJPക്ക് എന്താ വളരാൻ കഴിയാത്തത്? ആകെ ചില ഇടങ്ങളിൽ ചില സമയത്ത് കിട്ടും. അല്ല, വളർച്ച ഇല്ലാന്ന് നമുക്ക് ഇല്ലാന്ന് പറയാൻ പറ്റും. കാരണം കഴിഞ്ഞ 4-5 തെരഞ്ഞെടുപ്പായി 5% മൂടിൽ നിന്നുകൊണ്ട് 20% 5 എപ്പോഴായിരുന്നേ? അത് മോഡി വരുന്നതിന് മുമ്പ്. മോഡി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് 20 ആയി, 15 ആയി. എന്താ കാര്യം? അത് ഷുവറാണ്. കേന്ദ്രത്തിൽ മോഡി അധികാരത്തിൽ വരുന്നു. പിന്നെ BJPക്ക് പോയത് ആരവിടെ? ഇവിടെ പോയത് സവർണരാണ്. നായർ വിഭാഗത്തിൽ നിന്നും പിന്നെ ഈഴവ വിഭാഗത്തിൽ നിന്നാണ് പോയത്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നല്ല BJPക്ക് വോട്ട് പോയത്. എന്തുകൊണ്ടാ? കാരണം ഇവിടുത്തെ സവർണർക്ക് ഈക്വൽ ആയിട്ടുള്ള സ്ഥാനം ഇവർക്കുണ്ട്. പിന്നെ വ്യക്തിപരമായും കുറെ ഇടങ്ങളിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഉണ്ടാവുമ്പോൾ പോലും ഇവിടുത്തെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്നത് അഖിലേന്ത്യാ തലത്തിലാണ്. ഈ അഖിലേന്ത്യാ തലത്തിൽ MP ഉണ്ട്, MLA ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ മണിപ്പൂർ നോക്കുന്നു, ഛത്തീസ്ഗഡ് നോക്കുന്നു, ഒറീസ നോക്കുന്നു, സ്റ്റാൻ സ്വാമിയുടെ കാര്യം നോക്കുന്നു, കന്യാസ്ത്രീയുടെ കാര്യം നോക്കുന്നു. ഏറ്റവും ഒടുവിൽ മറ്റേ അവരുടെ മറ്റേ അവരുടെ FCRIയുടെ പ്രശ്നം വരുന്നു. FCRIയുടെ പ്രശ്നം കൂടി വന്നപ്പോഴല്ലേ അതല്ലേ PC ജോർജും ഷോൺ ജോർജും തെറി പറഞ്ഞേ, ബിഷപ്പ്മാരെ തെറി പറഞ്ഞേ. വളരെ ക്ലിയർ ആണ്. അവരതിന്റെ ഫീൽ അറിയുന്നവരാണ്. ബിഷപ്പ്മാര് നല്ല തെറിയാ പറഞ്ഞേ. എന്താ കാര്യം? ഇപ്പൊ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കുമ്പോൾ ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിട്ടുണ്ട്, സംശയമൊന്നുമില്ല. അന്ന് എന്താ കാരണം? അന്ന് 2-3 ഫാക്ടർ ഉണ്ട്. ഒന്ന്, കേന്ദ്രത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ്, അതൊരു കാര്യമാണ്. അല്ല, ഈ അധികാര കേന്ദ്രങ്ങളിലേക്ക് നിൽക്കുക എന്നുള്ള ഒരു സംഗതിയുണ്ട്, അത് ബിഷപ്പ്മാർക്കൊക്കെ ഉണ്ട്. രണ്ടാമത് ഈ പറഞ്ഞതുപോലെ ഒരു ഇസ്ലാമോഫോബിയ ചെറിയ തോതിൽ ഉണ്ട്. മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്, സഭയ്ക്ക് ചില മുകളിൽ താല്പര്യങ്ങളുണ്ട്. നാലാമത് സുരേഷ് ഗോപി അഴിമതി ഇല്ലാത്ത ആളാണ്, ഒരു മിഡിൽ ക്ലാസ് തിങ്കിങ് ഉണ്ട്. അങ്ങനെയായിരുന്നല്ലോ അന്ന്. ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല. അപ്പൊ ആം ആദ്മിക്ക് കിട്ടിയ പിന്തുണ പോലെയുള്ള ഒരു സംഗതിയാണ്. 2020 ഒരു ഘട്ടത്തിൽ കിട്ടിയ പിന്തുണയാണ്. നല്ല മനുഷ്യരായിരിക്കും എല്ലാവരും. അങ്ങനെ ഉണ്ടല്ലോ. സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ്. ഇപ്പൊ മുരളീധരനോ സുനിൽ കുമാറോ പക്ക പൊളിറ്റീഷ്യൻസാണ്. ആ സുരേഷ് ഗോപി, അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് കുറച്ച് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു മിഡിൽ ക്ലാസ് വോട്ടാണ്, ക്രിസ്ത്യൻ വോട്ട് മാത്രമല്ല. മിഡിൽ ക്ലാസ് ഹിന്ദുക്കൾ വോട്ട് ചെയ്തിട്ടുണ്ട്, മിഡിൽ ക്ലാസ് മുസ്ലിങ്ങൾ പോലും ചിലപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവര് നല്ല മനുഷ്യനല്ലേ എന്ന് ചിക്കട്ടെ. അപ്പൊ സ്ത്രീകളുടെ വോട്ട് അങ്ങനെ പലതും ഉണ്ട്. ഞാൻ പറഞ്ഞത് അല്ലാതെ വടക്കേ ഇന്ത്യയിലെ പോലെ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തെ പോലെ ഒരു ഇസ്ലാമോഫോബിയ അത്തരത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ വിഭാഗത്തിലോ മറ്റു വിഭാഗത്തിലോ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചത് സവർണ ഹിന്ദു വിഭാഗത്തിലും ഈഴവ വിഭാഗത്തിലും ആണ് വന്നിട്ടുള്ളത്. അതിനുണ്ട്. അതുകൊണ്ടാണ് BJPയുടെ കേരള പ്രോജക്റ്റ് പൊളിഞ്ഞു പോയത്. അവർ പള്ളിയിൽ പോയി കിരീടം വയ്ക്കും, കേക്ക് കൊടുക്കും, ക്രിസ്മസിന് പോകും. പക്ഷേ ക്രൈസ്തവർ വോട്ട് ചെയ്യാൻ പോകില്ല എന്ന് പറഞ്ഞ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലത് ഈ പറയുന്ന കന്യാസ്ത്രീകൾക്ക് നേരെ നടക്കുന്ന, പാസ്റ്റർമാർക്ക് നേരെ നടക്കുന്ന FCRI അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അവർ നേരിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും BJPക്ക് വോട്ട് ചെയ്യാൻ BJPയുടെ ഒരു പ്രധാന ശക്തിയായിട്ട് പറ്റില്ല. മാത്രമല്ല UDF അർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ 5 കൊല്ലമായി UDF ഇവരെ കൂടെ അടുപ്പിക്കാൻ ശ്രമം നടത്തുന്നു. LDF ശ്രമിച്ചു.
LDF ശ്രമിച്ചതിന്റെ ഫലമാണ് 2021 മുമ്പ് മാണി അങ്ങോട്ട് ജോസ് പോയത്. കെ മാണി അങ്ങോട്ട് ജോസ് കെ മാണി. പക്ഷെ ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഈ ഇലക്ഷനിൽ ഇപ്പൊ റിസൾട്ട് വന്നിട്ടില്ലല്ലോ. ഇപ്പോഴും ഞാൻ പറയുന്നു എൻ ബ്ലോക്ക് ആയിട്ട് ജോസ് കെ മാണിയുടെ പാർട്ടി ഇല്ലാണ്ടാവും. BJP-യിലേക്കോ? BJP-യിലേക്കൊന്നുമല്ല, ജോസ് കെ മാണിയുടെ പാർട്ടി ഇല്ലാണ്ടാവും. മിക്കവാറും ഒരു സീറ്റ് കിട്ടിയാലായിരുന്നുള്ളൂ, കിട്ടാൻ സാധ്യത. ജയരാജൻ ജയിച്ചാലായിരുന്നുള്ളൂ. വേറെ ഒന്നും. അത് ജയരാജനും BJP ക്രിസ്ത്യൻ വോട്ട് കൊണ്ട് മാത്രം ജയിക്കുന്നതൊന്നുമല്ല, പഴയ നാരായണക്കുറുപ്പും നായരും ഒക്കെ ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ ക്രിസ്ത്യൻ സമൂഹം ഇന്ന് BJP-ക്ക് എതിരും ഒരു പരിധിവരെ UDF-ന് അനുകൂലവുമാണ്. ഒരു ഘട്ടത്തിൽ LDF-നോട് ചെറിയ ചായ്വ് അവർ കാണിച്ചിരുന്നു. അതിലും നേരത്തെ നമ്മൾ പറഞ്ഞു ഇസ്ലാമോഫോബിയ. കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞിട്ടാണ് 2021 ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ട വോട്ട് പിടിച്ചത് LDF. മനസ്സിലായോ? കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി എന്താ കുഴപ്പം? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ അതിന്റെ ഇഫക്റ്റ് പോണോ നോക്കിക്കോളൂ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മുസ്ലിം ലീഗ് പറയാൻ പാടില്ല. വെള്ളാപ്പള്ളി നടേശൻ ജീവിതം മുഴുവൻ എതിർക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്, അല്ലെ? സതീശനെ കണ്ടുകൂടാവും കൊള്ളരുതാത്തവനാണ്. വെള്ളാപ്പള്ളി നടേശന് പറയാം കോൺഗ്രസിൽ ആരും മുഖ്യമന്ത്രിയാവുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ശത്രുവിന് പറയാം. മുസ്ലിം ലീഗ് അവരെ സഖ്യകക്ഷിയല്ലേ? അവർക്കൊരു അഭിപ്രായം പറഞ്ഞൂടെ? അവർക്കൊരു അഭിപ്രായം പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് വർഗീയമല്ല, അവരൊരു സഖ്യകക്ഷിയാണ്, ഓപ്പണായിട്ട് സഖ്യകക്ഷിയാണ്. അവർ രഹസ്യമൊന്നും അല്ലാതെ കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉള്ള മുന്നണി എന്ന് പറയുന്നത് രഹസ്യമല്ല. അപ്പൊ ആ രണ്ട് ഇപ്പൊ CPI പറയാണ്, CPM-ലെ മുഖ്യമന്ത്രി ആരാണെന്ന് പറയാൻ CPI-ക്ക് അവകാശമില്ലേ? ഉണ്ടല്ലോ. പരസ്യമായി പറയണോ രഹസ്യമായി പറയണോ നേതാക്കൾ തമ്മിൽ സംസാരിക്കണോ എന്നുള്ള വേറെ കാര്യം. അപ്പോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അഭിപ്രായത്തിന് ഭയങ്കര എതിർപ്പ് പോകുന്നു. കാരണം എന്താ? ഇസ്ലാമോഫോബിയമ്മ മാത്രം കെട്ടി ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല കേരളത്തിൽ. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ട് BJP നോക്കിയേ വേണ്ട. അടുത്ത കാലത്തൊന്നും രക്ഷപ്പെടുന്നു.